ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, അവതരണം കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ കേൾക്കുമ്പോൾ ലൈക്ക് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കണ്ണൻ യുവതിയാകുന്നു. തുളസിയിൽ നിന്നും വരം നേടിയ രാധ ആനന്ദചിത്തയായി ഭവനത്തിൽ വസിച്ചു. ഉടനെ മാധവൻ തൻ്റെ അരികിലെത്തുമെന്ന് രാധയുടെ മനസ്സ് മന്ത്രിച്ചു. രാധ പൂർണ്ണ കാമയാണെന്ന് കണ്ണനും അറിഞ്ഞു. വിലാസലോലയായ അവളെ സനാഥയാക്കണമെന്ന് കണ്ണൻ ഉറച്ചു. അനുരാഗത്തിൻ്റെ തീക്ഷ്ണതയും കാമത്തിൻ്റെ ശക്തിയും പൊരുത്തപ്പെടുകയില്ലെന്ന് മാധവൻ അറിയാം. രാധ കാമിയായിരിക്കാം, കാമുകിയായിരിക്കാം, പക്ഷേ ഒരിക്കലും കാമത്തിൻ്റെ പൂർത്തീകരണമല്ല. കാമുക ബന്ധമെന്ന് മാധവന് നിർബന്ധമുണ്ടായിരുന്നു. പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ചേർച്ച ഈ ഭാവത്തിൽ നിർത്തണമെന്ന് പരമേഷ്ടി പണ്ടേ നിശ്ചയിച്ചതാണ്. ഭാവനയിൽ അനുരാഗത്തിൻ്റെ നിറം ചുവപ്പാക്കിയതും അതുകൊണ്ടാണ്. ആകർഷകമായ സൗന്ദര്യം സ്ത്രീയിൽ കൊടുത്തതും കാമം പൂർത്തിയാക്കാനാണ്. പൂവിൻ്റെ സൗന്ദര്യം വണ്ടിൻ്റെ അടുപ്പത്തിനാണല്ലോ. പ്രപഞ്ചത്തിലെ സകല ജൈവഭാവങ്ങൾക്കും കാമം വെച്ചത് പ്രജനനത്തിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാമത്തിനു വേണ്ടി ഒരാൾ കാമിയാകുവാൻ പാടില്ല. രസാമൃതമായിരുന്നു രാധയുടെ സൗന്ദര്യം. അവളുടെ ഓരോ അംഗങ്ങളും ലാവണ്യപൂർണമായിരുന്നു. രാധയുടെ അംഗങ്ങൾ സൗന്ദര്യത്തികവുള്ളതു തന്നെയാണ്, വർണ്ണിക്കുവാൻ വേണ്ടി പറയുന്നതല്ല. അവളുടെ കണ്ണുകൾ ആയതലോചനം തന്നെ. കൺകോണുകളിൽ പൊടുന്നനെ പൊടിയുന്ന അഭാംഗ ബിന്ദുക്കൾ മുത്തുമണികൾ തന്നെയാണ്. ചുരുണ്ട് നീണ്ട് അറ്റം മെടഞ്ഞ് അവനിയെ ചുംബിക്കുന്ന കബരീഭാരം രാത്രിയെ വെല്ലുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് രാധയുടെ സൗന്ദര്യത്തെ കുറച്ചു കാണാനേ ഉപകരിക്കൂ. രാധ സൗന്ദര്യവതിയാണ്. എരിയുന്ന അഗ്നിയെ പൂനിലാവാക്കിയാൽ ഉള്ള തേജസ്സാണ് രാധയ്ക്കുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൻ എത്താതിരിക്കുകയില്ലെന്ന് രാധ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ മാധവനോ? രാധ അനുരാഗവതിയാണെന്ന് കേശവൻ അറിയാം. പക്ഷേ വേദനയിലൂറി തെളിയുന്ന രാഗത്തിന് മാത്രമേ ശാശ്വതമായി നിൽക്കുവാൻ കഴിയുകയുള്ളൂവെന്ന സത്യം രാധയെ ധരിപ്പിക്കണമെന്ന് മാധവൻ ഉറച്ചു. അതുകൊണ്ട് രാധയെ ഒന്നുകൂടി പരീക്ഷിച്ചതിനു ശേഷം മാത്രമേ അവളുടെ മനോരഥം സാഫല്യമാക്കാവൂ എന്ന് മാധവൻ ഉറച്ചു. ഏതു തരത്തിലാണ് രാധയെ പരീക്ഷിക്കേണ്ടതെന്നും മാധവൻ ആലോചിച്ചു വെച്ചു. കേശവൻ തൻ്റെ വേഷമൊന്നു മാറ്റി സുന്ദരിയായ ഒരു ഗോപികയുടെ രൂപം കൈക്കൊണ്ടു. അനവദ്യമായ അകൃത്രിമ ദ്യുതി കൊണ്ട് വശ്യയായിരുന്നു അവൾ. വിലാസലോലയായ ആ പിടമൃഗഗാത്രി മന്ദാക്ഷഭാവത്തോടെ കിങ്ങിണിയും തളകളും ധരിച്ച് നീണ്ടിരുണ്ട കേശഭാരം മെടഞ്ഞിട്ട് മയ്യെഴുതി അലസഗാമിനിയായി വൃഷഭാനുപുത്രിയുടെ ഗൃഹത്തിലെത്തി. ചെന്താമരയെ വെല്ലുന്ന അരുണപ്രഭ മായാകൃഷ്ണയെ മധുരാംഗിയാക്കി. ലാവണ്യവതിയായ മായാകൃഷ്ണ ഐശ്വര്യം തുളുമ്പുന്ന വൃഷഭാനുവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അന്തഃപുരത്തിൻ്റെ പുറം വാതിലിലേക്ക് അവൾ നടന്നു. അനേകം സുന്ദരിമാർ അന്തഃപുരത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നു. അവിടെ എത്തിയ ഗോപികമാരെല്ലാം ഈ സൗന്ദര്യധാമത്തെ ശ്രദ്ധിച്ചു. ആരാണിവൾ? എവിടെ നിന്ന് വന്നു? ഗോപികമാർ അസൂയ കലർന്ന ഭാവത്തോടെ മായാകൃഷ്ണയെ വീക്ഷിച്ചു. അവർ വിചാരിച്ചു, ഈ ഗോപാലിക രാധയ്ക്ക് സ്തുതിഗാനങ്ങൾ പാടുവാനെത്തിയ വന്ദികളുടെ കൂട്ടത്തിൽ ഒരുവളായിരിക്കുമെന്ന്. എന്തായാലും മടുപ്പിക്കാത്ത മനോഹാരിത അവളിൽ തെളിഞ്ഞു നിന്നിരുന്നു.
അന്തഃപുരത്തിലേക്ക് കടന്ന മായാകൃഷ്ണ പരിസരമാകെ വീക്ഷിച്ചു. അന്തഃപുരത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രമദോദ്യാനം അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. സ്വർഗലോകത്തിലെ ഉദ്യാനത്തെക്കാളും മനോഹരമായിട്ടാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയും പൂക്കൾ തന്നെ, വിവിധ വർണ്ണങ്ങൾ തുടിച്ചു നിൽക്കുന്ന അതിമനോഹരമായ പൂക്കൾ. പിച്ചിയും മുല്ലയും മന്ദാരവും നിറഞ്ഞു വിടർന്ന് അവിടെ ഉല്ലസിക്കുന്നു. സുന്ദരങ്ങളായ ജലാശയങ്ങളിൽ താമരകൾ വിടർന്നു നിൽക്കുന്നു. അവിടെ സഞ്ചരിക്കുന്ന സുന്ദരിമാരുടെ മുഖദർശനത്തിൽ നിലാവൊളി പരന്നതാണെന്ന് ചിന്തിച്ച് ആമ്പലും വിരിഞ്ഞു നിൽക്കുന്നു. ഉദ്യാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടവിടെ വിരിച്ചിട്ടിരിക്കുന്ന പുഷ്പമൃദുമെത്തകളാണ്. രതിലോലാലസരായി അണയുന്ന കമിതാക്കൾക്ക് കാമിതം നിറവേറ്റുവാൻ ആ മൃദുമെത്തകൾ സഹായിക്കുന്നു. ഓരോ പൂമെത്തയും ഓരോ തരം പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരങ്ങളായ ലതാ നികുഞ്ചങ്ങളോ ജലധാരകളോ അവയെക്കുറിച്ച് വർണ്ണിക്കുന്നതെന്തിന്? അവ മനോഹരങ്ങൾ എന്നു മാത്രമല്ല, വശ്യങ്ങളും ഹൃദ്യങ്ങളുമാണ്. ലതാ നികുഞ്ചങ്ങളിൽ വിശ്രമിച്ച് ജലധാരയിൽ കണ്ണിന് ആനന്ദം പകർന്ന് ഇഷ്ടവധുവൊത്ത് പുഷ്പവിസ്തൃമര സുരഭിയാം പൂമെത്തയിൽ വിശ്രമിക്കുവാൻ ആർക്കാണ് ആഗ്രഹം ജനിക്കാത്തത്? ആശ്ചര്യത്തോടെ കൃഷ്ണ ഇതെല്ലാം നോക്കി നിന്നു. അല്പം അകലെയുള്ള ഒരു ലതാ നികുഞ്ചത്തിലേക്ക് അനേകം സുന്ദരിമാർ പോകുന്നു. അവരുടെ മുഖം ആഹ്ലാദപൂർണമാണ്. ലതാ നികുഞ്ചത്തിൽ നിന്നും വരുന്നവരും സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. മാത്രമല്ല, ആ നികുഞ്ചത്തിൽ നിന്ന് ശബ്ദങ്ങളും നേർത്ത ചിരികളുടെ അലകളും ഒഴുകി വരുന്നുണ്ട്. സൗന്ദര്യരൂപാങ്കന മന്ദം ലതാ നികുഞ്ചത്തിലേക്ക് നടന്നു. ലതാ നികുഞ്ചത്തിൽ രാധയും സഖിമാരുമായിരുന്നു. തുളസീദേവിയുടെ ആശീർവാദം സ്വീകരിച്ച രാധ ഇഷ്ടജനത്തെ കാണുവാൻ കൊതിച്ചു വർത്തിക്കുകയാണ്. ശരീരവും മനസ്സും കണ്ണൻ്റെ ഉത്സംഗത്തിൽ അർപ്പിക്കുവാൻ പൂർണ്ണകാമയായി അവൾ കാത്തിരിക്കുകയാണ്. കൃഷ്ണ ലതാ നികുഞ്ചത്തിലെ ഒരു വശത്തുകൂടെ അകത്തേക്ക് നോക്കി. താമരപ്പൂവിനകത്തെ അല്ലി പോലെ തോഴിമാരുടെ മധ്യത്ത് വിളങ്ങുന്ന രാധയെ കൃഷ്ണ കണ്ടു. ആ സൗന്ദര്യം കൃഷ്ണയുടെ ഹൃദയത്തിൽ ചലനങ്ങളുണ്ടാക്കി. ചുവന്നതും നേർത്തതും മസൃണവുമായ വസ്ത്രങ്ങൾ വെണ്ണ തോൽക്കും മുടലിൽ ചാർത്തി, കുങ്കുമച്ചാറ് അണിഞ്ഞ്, വാർക്കുഴൽ അറ്റം മെടഞ്ഞ് അലസമായി പുറകോട്ട് തള്ളി, പിച്ചകം നെന്മേനി എന്നിവ മാലയായി അണിഞ്ഞ് സാമരധാമകളേക്കാൾ അലങ്കാരവതിയായി വർത്തിക്കുന്ന രാധയെ ഒരു നോക്കു കാണുവാൻ പോലും ഭാഗ്യം വേണം. ഒരു പീഠത്തിലിരുന്ന് കാലുകൾ മന്ദമാട്ടി മാറിൽ നിന്ന് ഇഴുകി വീണ ചേല തെല്ല് മുകളിലേക്ക് കയറ്റിയിട്ട് പുഞ്ചിരിച്ച് കളിവാക്കോതി വർത്തിക്കുന്ന രാധയുടെ കവിളിൽ കാമൻ കണ്ണൻ്റെ മായാചിത്രം വരച്ചിട്ടിരിക്കുന്നു. കൃഷ്ണ ലതാ നികുഞ്ചത്തിൻ്റെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. സുന്ദരിയായ ആ ഗോപികയെ രാധ കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ വിസ്മയിച്ച രാധ വേഗത്തിൽ എഴുന്നേറ്റ് ഗോപികയുടെ അടുത്ത് ചെന്നു. കൃഷ്ണയുടെ പാദങ്ങൾ കഴുകി ആലിംഗനം ചെയ്ത് ആഹ്ലാദത്തോടെ സ്വീകരിച്ച് മണിപീഠത്തിലിരുത്തി രാധ മന്ദം പറഞ്ഞു, സഖി, നിനക്ക് സ്വാഗതം. നിന്റെ നാമം അറിയുവാൻ കഴിയുന്നില്ല. കുലവും അങ്ങനെ തന്നെ. ദേശമേതാണ്? എല്ലാം വ്യക്തമായി പറഞ്ഞാലും. ഭവതിയെ കണ്ട മാത്രയിൽ നിർവചിക്കുവാനാവാത്ത ആഹ്ലാദം എനിക്ക് തോന്നുന്നു. ഇതേവരെ നിന്നെ ഇവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. എന്താണ് ഭവതിയുടെ ആഗമനോദ്ദേശ്യം? എന്താണെങ്കിലും പറയൂ. എന്നെക്കൊണ്ട് നിർവഹിക്കാവുന്നതാണെങ്കിൽ ലഭിച്ചു എന്ന് തന്നെ കരുതുക. അല്ല, സൗഹൃദ സന്ദർശനമാണെങ്കിൽ ഞാനും സഖിമാരും അങ്ങോട്ടും വരുന്നതാണ്. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഭവതിയുടെ ഇതേ മുഖവടിവാണ് നന്ദനന്ദനന്. ആദ്യം ഞാൻ സംശയിച്ചു കേശവൻ്റെ സഹോദരിയായിരിക്കുമോ എന്ന്. പിന്നെ കേശവന് സഹോദരിമാരില്ലല്ലോ എന്നോർത്തപ്പോൾ അത്ഭുതത്തോടെയാണ് ഭവതിയെ കണ്ടത്. എന്തേ സഖി ഒന്നും മിണ്ടുന്നില്ല? പറയൂ, എല്ലാം പറയൂ. രാധ ഇങ്ങനെ തുടരെ ചോദിച്ചപ്പോൾ മായാകൃഷ്ണ ഉത്തരമോദി. നന്ദഗേഹത്തിൻ്റെ വടക്കാണ് എൻ്റെ വസതി. ഗോപദേവത എന്നാണ് എൻ്റെ നാമം. ലളിത പറഞ്ഞാണ് നിന്റെ ഗുണഗണങ്ങൾ ഞാൻ അറിഞ്ഞത്. അപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോഴാണ് നിന്റെ ഉദ്യാനം കണ്ടത്.
ആശ്ചര്യമായിരിക്കുന്നു. സ്വർഗത്തിലെ ഉപവനം പോലും ഇതിനോടൊക്കുകയില്ല. എന്തുമാത്രം പൂക്കളാണ് നിറഞ്ഞു വിലസുന്നത്! മത്തഭൃംഗങ്ങളെ കൊണ്ടും ദ്രുമലതകളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഈ ഉദ്യാനത്തിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ പരമഭാഗ്യമാണ്. എന്തായാലും നിന്റെ സഖിത്വമോർത്താണ് ഞാൻ വന്നത്. രാധ വീണ്ടും ഗോപദേവതയെ ആലിംഗനം ചെയ്തു. അനിതര സാധാരണമായ ഒരു ആനന്ദം രാധയിൽ നുരഞ്ഞു കയറി. പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷനിൽ പതഞ്ഞു നിൽക്കുന്ന ആഹ്ലാദമാണ് രാധയ്ക്കപ്പോൾ തോന്നിയത്. ഗോപദേവതയുടെ കണ്ണുകളിൽ രാധ സൂക്ഷിച്ചു നോക്കി. പുരുഷന്റെ കണ്ണുകളിൽ കളിയാടുന്ന കാമരസമല്ലേ അവിടെ തുളുമ്പുന്നത്? ആ ചുണ്ടുകളിൽ മാർദ്ദവത്തിനു പകരം ദൃഢതയാണല്ലോ അനുഭവിക്കുവാൻ കഴിഞ്ഞത്. എന്തായാലും ഗോപദേവതയുടെ സാമീപ്യം രാധയെ ആനന്ദവതിയാക്കി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. രാധയും ഗോപദേവതയും ഓരോ ലീലകളിൽ മുഴുകി. നന്ദനന്ദനൻ്റെ കളികൾ എല്ലാം ഗോപദേവതയ്ക്കറിയാം. രാധ ആശ്ചര്യത്തോടെ പറഞ്ഞു, സഖി, നിന്റെ കളികളെല്ലാം ഇതുപോലെ കണ്ണനും കളിക്കും. അവൻ്റെ കളികൾക്ക് ചുറുചുറുക്കും സൗന്ദര്യവുമുണ്ട്. ഭവതിയുടെ ലേഖനവൃത്തി കണ്ടപ്പോൾ ഞാൻ ദാമോദരനെ ഓർത്തുപോയി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ രാധ ലജ്ജ കൊണ്ട് ചുവന്നു. അവനിയിൽ കാൽവിരൽ തുമ്പാൽ അവൾ ചന്ദ്രവട്ടം വരച്ചു. സായാഹ്നമായി. ഗോപദേവത പറഞ്ഞു, രാധേ, എനിക്ക് മടങ്ങുവാനുള്ള സമയമായി. നാളെ പ്രഭാതത്തിൽ ഞാൻ വരാം. അകലെയല്ലേ എൻ്റെ ഭവനം. ഗോപദേവതയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാധ കരയുവാൻ തുടങ്ങി. കവിളിലൂടെ ബാഷ്പധാര ചാലിട്ടു. തേങ്ങലുമുയർന്നു. ഗോപദേവതയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് രാധ പറഞ്ഞു, ഭവതി പോകുമ്പോൾ എൻ്റെ ഹൃദയം അടർന്നു വരുന്നത് പോലെ തോന്നുന്നു. കുറഞ്ഞൊരു സമയം കൊണ്ട് നമ്മൾ അടുത്തു. എല്ലായ്പ്പോഴും ഗോപദേവതയുടെ അടുത്ത് വസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗോപദേവത അനുനയത്തിൽ പറഞ്ഞു, രാധേ, എന്നെ വിശ്വസിക്കൂ. ഞാൻ തീർച്ചയായും പ്രഭാതത്തിൽ നിന്റെ സമീപം എത്തിക്കൊള്ളാം. വിഷമമരുത്. നമ്മുടെ പ്രിയധനമായ ഗോക്കളെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. പ്രഭാതത്തിൽ ഞാൻ നിന്റെ അരുകിൽ അണയുന്നതാണ്. ഇങ്ങനെ സത്യം ചെയ്ത് മായായുവതിയായ കണ്ണൻ വൃഷഭാനുപുത്രിയുടെ സമീപത്തു നിന്നും ഭവനത്തിലേക്ക് മടങ്ങി. അടുത്ത ഭാഗം തിരുമുൽ കാഴ്ച. നേരം പുലരുന്നതേയുള്ളൂ. യമുന ഉണർന്ന് മഹർഷിമാർക്ക് ആതിഥ്യം നൽകി. കറുകപ്പുല്ലിൻ്റെ തുഞ്ചിൽ തഞ്ചുന്ന മഞ്ഞുതുള്ളികളെ കൊത്തിക്കുടിക്കുവാൻ ചക്രവാകങ്ങൾ ഇണയൊത്തിറങ്ങി. ഗോപവാടങ്ങളിൽ പാൽപാത്രങ്ങളിൽ ദുഗ്ധം നിറയുന്ന ശബ്ദം നേർത്ത സംഗീതം പോലെ വന്നു തുടങ്ങി. മേഘങ്ങളിൽ പകർന്ന രശ്മികളുടെ തേജസ് മഞ്ഞിലൂടെ ഗോപവാടത്തിൽ പരന്നു. നേർത്ത വെളിച്ചം പരന്നപ്പോൾ തന്നെ ഗോപദേവത വൃഷഭാനുവിൻ്റെ ഭവനത്തിലെത്തി. രാധ പൂമുഖത്ത് തന്നെയുണ്ടായിരുന്നു. സഖിയെ കണ്ടപ്പോൾ തന്നെ ആനന്ദചിത്തയായി അവളെ ആലിംഗനം ചെയ്തു. സഖിയെ ആനയിച്ച് അകത്തളത്തിലെത്തി രാധ അവളോട് പറഞ്ഞു, ഭവതിയുടെ വേർപാട് മൂലം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി അവസാനിക്കാത്തതുപോലെ തോന്നി. ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ ഭവതിയുടെ അവാച്യമായ പ്രേമവും സൗഹൃദവും എനിക്ക് ഉണ്ടായി തീർന്നിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ സൗഹൃദങ്ങളാകാം ഇതിന് ഹേതു. സന്തോഷത്തോടെയുള്ള രാധയുടെ വാക്കുകൾ കേട്ടിട്ടും ഗോപദേവതയ്ക്ക് വലിയ സന്തോഷം തോന്നിയില്ല. അവൾ വിഷാദവതിയായി നിലത്ത് നോക്കിയിരുന്നു. സഖിയുടെ മുഖപ്രസാദം കുറഞ്ഞത് കണ്ടപ്പോൾ രാധ വ്യസനത്തോടെ ചോദിച്ചു, അല്ല, ഭവതിയുടെ മുഖം എന്താണ് ഇങ്ങനെയിരിക്കുന്നത്? ഏതോ അഗാധമായ വേദന ഹൃദയത്തിലുള്ളതുപോലെ തോന്നുന്നുവല്ലോ. ഭർത്താവ് ശകാരിച്ചോ? അതോ ഭർത്തൃമാതാവ് ദേഷ്യപ്പെട്ടുവോ? സപത്നിമാർ മൂലം ഭർത്താവിൻ്റെ അപ്രീതിക്ക് പാത്രമായി തീർന്നോ? എന്തായാലും വിശദീകരിച്ച് എന്നോട് പറഞ്ഞാലും. അപ്പോഴേക്കും ഗോപദേവത കരഞ്ഞു പോയിരുന്നു. ഏങ്ങിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ അവിവാഹിതയാണ്. നീ ഉദ്ദേശിച്ചതൊന്നുമല്ല കാര്യം. നിന്നോട് പറയാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ വ്യസനം കൂടുകയേ ഉള്ളൂ. ഞാൻ പറയാം.
ബൃഹത്സാനു പർവ്വതത്തിൻ്റെ അടിവാരത്ത് തൈര് വിൽക്കുവാൻ പോയപ്പോൾ ഇടുങ്ങിയ വഴിയിൽ വെച്ച് കേശവൻ എന്നെ തടഞ്ഞു നിർത്തി. ലജ്ജ കൊണ്ട് എനിക്ക് തന്നെ ശിരസ്സുയർത്തുവാൻ മേലാതായി. പെട്ടെന്ന് അവൻ എൻ്റെ കരത്തിൽ കടന്നു പിടിച്ചു. തൈരിന് ചുങ്കം തരണം, ഇല്ലെങ്കിൽ നിന്നെ പോകുവാൻ അനുവദിക്കുകയില്ലെന്ന് ക്രൂരമായി പറഞ്ഞു. തൈരിന് ചുങ്കമോ? അങ്ങനെയൊന്ന് കേട്ടുകേൾവി പോലുമില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞപ്പോൾ ആ കാലിച്ചെറുക്കൻ അവൻ്റെ കാലിക്കോലെടുത്ത് എൻ്റെ തൈർക്കുടത്തിൻ്റെ പള്ളയ്ക്കൊരു കുത്തു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. ദതി എൻ്റെ തലവഴി ഒഴുകി. ഞാൻ പെട്ടെന്ന് കലം താഴെ വെച്ചു. കണ്ണൻ കയ്യിലിരുന്ന ദണ്ടുകൊണ്ട് തൈർക്കുടം അടിച്ചുടച്ചു. തെരുവിലൂടെ തൈര് ഒഴുകി. കലത്തിൻ്റെ ഓട്ടിലിരുന്ന തൈര് അമൃതുപോലെ കണ്ണൻ ഭക്ഷിച്ചു. ഒരു നിമിഷം ഗോപദേവത മൗനം ഭജിച്ചു. എന്നിട്ട് അവൾ തുടർന്നു. രാധേ, ഇത്രയുമാണെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നീ കേൾക്കേണ്ടതാണ്. ഞാൻ കണ്ണനോട് പരിഭവം പറഞ്ഞു. പൊടുന്നനെ അവൻ എൻ്റെ ഉത്തരീയത്തിൽ പിടിച്ചു വലിച്ചു. വസ്ത്രം അഴിഞ്ഞു പോകാതിരിക്കുവാൻ ഞാൻ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ എന്നെ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്കാണ് നയിച്ചത്. അവിടെ ഒരു ലതാ നികുഞ്ചത്തിൽ എന്നെ കൊണ്ടു ചെന്നു. ബാക്കി പറയുവാൻ രാധേ, എൻ്റെ നാണം എന്നെ അനുവദിക്കുന്നില്ല. എന്തിനേറെ കണ്ണൻ്റെ നെറ്റിയിൽ ഞാൻ രാഗചന്ദനമായി. അവൻ്റെ കവിളിൽ ഞാൻ പ്രേമപരാഗമായി. അവൻ്റെ ആർദ്രതയിൽ ഞാൻ അലിയുകയും ചെയ്തു. കള്ളൻ, സമർത്ഥനാണവൻ. ഇങ്ങനെയും പുരുഷന്മാർ പെരുമാറുമോ? ഞാൻ അവനെ വെറുക്കുന്നു. ഗോപകുലത്തിലാണ് അവൻ്റെ ജനനം. ശരി തന്നെ, പക്ഷെ കറുത്തവൻ, വിരൂപൻ. എനിക്കവനെ പണ്ടും ഇന്നും ഇഷ്ടമല്ല. കുലമോ ധനമോ ശീലമോ ഇല്ലാത്തവൻ. ഒരു വിധത്തിലും ഇവനെ തടയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. സമർത്ഥനാണ് രതികലയിൽ കണ്ണൻ. രാഗലോലയായി അവനിൽ പടർന്നു കയറി അഗ്നിപ്പൂക്കൾ വർഷിക്കുവാനേ ഒടുവിൽ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ എന്ത് ചെയ്യുവാനാണ് രാധേ? വിധേയയാകുവാനല്ലാതെ എങ്ങനെ എതിർക്കും? ഞാൻ തെറ്റുകാരിയാണ്. നീ എന്നെ ശകാരിച്ചു കൊള്ളൂ. നിന്റെ മനസ്സിൽ പടർന്നു കയറുന്ന വെറുപ്പ് ഞാൻ കാണുന്നു. നീയും കണ്ണനുമായുള്ള ബന്ധം നല്ല പോലെ എനിക്കറിയാം. ആ ദുഷ്ടൻ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ ഇങ്ങനെ ആരെയെല്ലാം നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അവനുമായുള്ള ബന്ധം നല്ലതല്ല. നീ ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. ഗോപദേവത ഇങ്ങനെ പറഞ്ഞ് ഒരു നിമിഷം രാധയുടെ മുഖത്തേക്ക് നോക്കി. വേർതിരിക്കുവാനാവാത്ത ഭാവങ്ങൾ കൊണ്ട് സങ്കലിതമായ മുഖമായിരുന്നു വൃഷഭാനുപുത്രിക്ക്. അവളുടെ മനസ്സിൽ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ഗോപദേവത തുടർന്നു. രാധേ, നിന്റെ കുണ്ഠിതം എനിക്ക് മനസ്സിലാവും. ഈ സത്യം തുറന്നു പറയുവാനാണ് ഇന്നലെ ഞാൻ വന്നത്. നിന്റെ ആഹ്ലാദം കണ്ടപ്പോൾ ഒന്നും പറയുവാൻ എനിക്ക് സാധിച്ചില്ല. ഇന്ന് നമ്മൾ സഖികളാണ്, പരസ്പരം രക്ഷിക്കേണ്ടവർ. നിന്റെ നന്മയാണ് എൻ്റെ വാഞ്ചിതം. അതുകൊണ്ടാണ് ഞാൻ ഇന്നും വന്നത്, വിശദമായി വാസ്തവം നിന്നെ അറിയിച്ചത്. നോക്കൂ, എൻ്റെ അധരോഷ്ടങ്ങളിലെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. നഖവിതളനമേൽക്കാത്ത പുത്തൻ തളിരായിരുന്നു ഞാൻ. ഇന്നോ എൻ്റെ കവിളിൽ നോക്കൂ, കണ്ണൻ കോറിയിട്ട കാമചിത്രങ്ങൾ കാണാം. എൻ്റെ സ്തനതടങ്ങളിൽ ഒഴുകിയിറങ്ങിയ കണ്ണൻ്റെ വിരലുകളുടെ വികൃതികൾ ഓർക്കുമ്പോൾ ഇപ്പോഴും ഹൃത്തടം തുടിക്കുന്നു. വഴിവക്കിൽ സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരുവനെ നിനക്ക് വേണ്ട രാധേ. ഗോപദേവതയുടെ വാക്കുകൾ കേട്ട് രാധ വിസ്മയിച്ചു. അവൾ ഹൃത്തടം ബലമാക്കി പറഞ്ഞു. സഖി, നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ബോധ്യമായിട്ടുണ്ടോ? കണ്ണൻ ആരാണ്? ബ്രഹ്മാണ്ടങ്ങളുടെ ഉത്ഭവത്തിനു തന്നെ കാരണഭൂതനായവനാണ് കേശവൻ. മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവത്തിൽ എല്ലാ രൂപപ്പൊലിമയോടുമാണ് കണ്ണൻ വസിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനാണോ കേശവൻ? നന്മകളുടെ കേന്ദ്രഭാവം, തിന്മയ്ക്ക് മേലുള്ള വിജയം. ഗോപാലവംശം അനഭിജാതമോ? പെയ്യുവാൻ വെമ്പുന്ന മേഘത്തിൻ്റെ നിറമാണ്ട കണ്ണൻ്റെ വർണ്ണം മോശമോ? ലോകത്തിലുള്ള സകല മഹർഷിമാർക്കും ആരാധ്യനായ കണ്ണൻ സമർത്ഥനല്ലേ? പിന്നെ കണ്ണൻ സർവ്വ ആദരണീയനാണ്.
എല്ലാ ജീവികൾക്കും ഒരുപോലെ അവകാശപ്പെട്ടവൻ. നിനക്കും എനിക്കും അക്കാര്യത്തിൽ കണ്ണൻ തുല്യനാണ്. കണ്ണനെ എനിക്ക് മാത്രം വേണമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. സഖി, ഞാൻ കണ്ണനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ദാമോദരൻ്റെ ഭക്തയാണു ഞാൻ. എൻ്റെ ഭക്തിക്ക് ഉടവ് തട്ടാതെ ഞാൻ നോക്കിയാൽ മതിയല്ലോ. കണ്ണൻ്റെ രാഗമാലികയാകുവാൻ എനിക്ക് മുമ്പേ നിനക്ക് കഴിഞ്ഞുവല്ലോ. അതോർക്കുമ്പോൾ നിന്നിലുള്ള പ്രിയം കൂടുകയാണ്. കൊടുത്താലും കൊടുത്താലും അവസാനിക്കാത്ത വിധം കണ്ണൻ ഭക്തവത്സലനാണ്. എൻ്റെ രാഗം അവനിലാണ്, അവനിൽ മാത്രമാണ്. അത് നിത്യമായെങ്കിൽ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. രാധയുടെ വാക്കുകൾ ഗോപദേവതയിൽ പുളകം വിടർത്തി. അവൾ ചോദിച്ചു, രാധേ, അത്ര സ്നേഹമാണോ കണ്ണനോട് നിനക്ക്? രാധ പറഞ്ഞു, എനിക്ക് വിശദീകരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ മൗനത്തിൻ്റെ ഛത്രം ചൂടി അത് നിൽക്കട്ടെ. ഗോപവനിത പറഞ്ഞു, അത്ര ഭക്തി നിനക്കുണ്ടെങ്കിൽ നീ ധ്യാനിക്കുമ്പോൾ കേശവൻ നിന്റെ സമീപം എത്തേണ്ടതാണ്. അതാണ് നിന്റെ രാഗവൈഭവം. അത് കേട്ട് രാധ പറഞ്ഞു, തീർച്ചയായും കണ്ണൻ എൻ്റെ സമീപം എത്തും. ഇങ്ങനെ പറഞ്ഞ രാധ ധ്യാനത്തിലായി. അക്ഷികൾ കൺകോണിലൊതുക്കി പത്മാസനം ബന്ധിച്ച് രാധ മാധവനെ കാത്തിരുന്നു. ആ നിലയിലിരിക്കുന്ന രാധയെ കണ്ട് മായാകൃഷ്ണൻ ആനന്ദം പൂണ്ടു. കേശവ, ദാമോദര, ദാമപ്രിയ, എൻ്റെ മുന്നിൽ വരൂ. ദേവാ, എനിക്ക് ദർശനം തരൂ. ചുണ്ടുകൾ മൗനം തേടിയപ്പോൾ ഹൃദയം തുറന്നു. രാധ മാധവനെ വിളിച്ചുകൊണ്ടിരുന്നു. അനുരാഗവിവശയായി ആർദ്രലീലയായി നിൽക്കുന്ന രാധയുടെ മുൻപിൽ കണ്ണൻ സ്വാഗാത്രനായി നിലകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ, കണ്ണു തുറക്കൂ. ശ്രമിച്ചാൽ ലഭിക്കാത്തതായി എന്തുണ്ട് ലോകത്തിൽ? അവിശ്വസിക്കാത്ത മനസ്സും ദൃഢമായ വിശ്വാസവുമാണ് അത്യാവശ്യം വേണ്ടത്. ഇത് രണ്ടും നിനക്കുണ്ട്. കണ്ണു തുറക്കൂ. ഇതാ നിന്റെ കണ്ണൻ. ഞാൻ വരുന്നത് കണ്ട് നിന്റെ സഖി എങ്ങോ ഓടിപ്പോയി. രാധ കണ്ണു തുറന്നു. അസുലഭ ദർശനീയനായ ദാമോദരനെ കൺകുളിരേ കണ്ടു. അവൾ കണ്ണൻ്റെ കമലപാദങ്ങളിൽ കമിഴ്ന്നു വീണു. രാധയുടെ മനോരഥം സഫലമായി. കണ്ണൻ അവളുടെ ഹൃദയേശ്വരനായി. ഒരു ഭക്തയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് സാഫല്യമാണ് നേടുവാനുള്ളത്? ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.